ഹായ് ഹലോ. ദേവുസ്ത ജ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമുക്കിന്നൊരു കുട്ടി സദ്യ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. കർക്കിടക മാസത്തിലെ ആവണിയെ നമ്മൾ പിള്ളാരോണമായിട്ടാണല്ലോ കണക്കാക്കുന്നത്. ഞാനിവിടെ എല്ലാ വർഷവും പിള്ളാരോണത്തിന് ചെറിയൊരു സദ്യ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പം അതെങ്ങനെയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിന് മുന്നേ ആയിട്ട് പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കറി വെക്കുന്നതിനാവശ്യമായ പച്ചക്കറികളെല്ലാം ഞാൻ നേരത്തെ തന്നെ ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അവിയലിനാവശ്യമായ പച്ചക്കറികളെല്ലാം കനം കുറച്ച് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തോരൻ കറി വെക്കാനാവശ്യമായ ക്യാബേജും ക്യാരറ്റും സവോളയും എല്ലാം ഒന്ന് കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചടി വെക്കാനായിട്ടുള്ള ബീട്രൂട്ട് സവോളയും പച്ചമുളകും എല്ലാം ഒന്ന് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെയെല്ലാം നേരത്തെ അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, സമയലാഭം കിട്ടും. അപ്പം ആദ്യം നമുക്ക് അവിയൽ റെഡിയാക്കാം. അതിനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച പച്ചക്കറിയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അവിയൽ അവിടെ ഇരുന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ക്യാബേജ് തോരൻ വെക്കാം. അതിനായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് തോരനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയിൽ നിന്നും തേങ്ങ ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് ഉപ്പൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ചട്ടി എടുത്ത് വെച്ച് ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് നല്ലതുപോലെ വഴന്നു വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. ക്യാബേജ് അവിടെ ഇരുന്ന് വേകുമ്പോഴത്തേക്കും നമുക്ക് അവിയലിനാവശ്യമായ അരപ്പൊന്ന് തയ്യാറാക്കി കൊണ്ടുവരാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞങ്ങൾ ആവശ്യത്തിന് തേങ്ങ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4-5 കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഉള്ളി, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ അവിയൽ കഷ്ണങ്ങളെല്ലാം വെള്ളം വറ്റി നന്നായിട്ട് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. അരപ്പെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അതവിടെ ഇരുന്ന് സെറ്റാകുമ്പോഴത്തേക്ക് നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവിയലിന് ടേസ്റ്റ് കൂടാനായിട്ട് ഒരു 8-10 ചുവന്നുള്ളി, കറിവേപ്പില, പച്ചക്കടുകെല്ലാം ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. ചതച്ചെടുത്ത ഉള്ളിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം വെന്തിരിക്കുന്ന അവിയലിലേക്ക് നമുക്ക് ചേർത്ത് ഒന്നുകൂടെ എല്ലാം മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ അവിയലിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചടി വെക്കാം. അതിനായിട്ടൊരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളക് കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റിയതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടും പച്ചമുളകും സവാളയെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ബീട്രൂട്ട് അവിടെ ഇരുന്ന് വേകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം ഉള്ളി, 4-5 കഷ്ണം വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു 1/4 ടീസ്പൂൺ പച്ചക്കടുക് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം.
നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് എണ്ണയിൽ കിടന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് അധികം പുളിയില്ലാത്ത തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സദ്യയ്ക്ക് ആവശ്യമായ അവിയലും തോരനും പച്ചടിയെല്ലാം ഇവിടെ റെഡി. ഇനി നമുക്കൊരു പരിപ്പ് കറി കൂടെ റെഡിയാക്കാം. അതിന് ആവശ്യത്തിന് പരിപ്പ് ഒരു ബൗളിലേക്ക് എടുക്കുന്നുണ്ട്. ഇനി ഇത് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്കിട്ട് വേവിച്ചെടുക്കാം. പരിപ്പിൻ്റെ കൂടെ വേവിക്കാനായിട്ട് ഒരു ഉരുളക്കിഴങ്ങ്, 4-5 കഷ്ണം ചുവന്നുള്ളി, 2 കഷ്ണം പച്ചമുളക് എല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ഒരു കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ പരിപ്പ് ഉരുളക്കിഴങ്ങും എല്ലാം ഇവിടെ നന്നായിട്ട് വെന്തടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ കറികളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് പോയി ഒരു പായസം കൂടെ റെഡിയാക്കിയാലോ. പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ സേമിയയുടെ ഒരു പായസം മിക്സാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു ഉരുളി എടുത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യെല്ലാം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് തേങ്ങാക്കൊത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്തിൻ്റെ നിറമെല്ലാം ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് നട്ട്സ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ആ തേങ്ങാക്കൊത്തെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം ആ നെയ്യിലേക്ക് തന്നെ നമുക്ക് സേമിയയുടെ മിക്സ് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കാം. അതൊന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ പായസം ഇവിടെ കുറുകി വറ്റി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം വറുത്ത് കോരിയിരുന്ന നട്ട്സും തേങ്ങാക്കൊത്തെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കുട്ടി സദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോസ് ഇഷ്ടമായാൽ ഉറപ്പായിട്ടും എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണേ. അപ്പോൾ എല്ലാവരും മറക്കാതെ ലൈക്ക് അടിക്കുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.